ഹായ് എവ്രി വൺ. നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴായിട്ട് ബുദ്ധിമുട്ടുന്നൊരു സംഗതിയാണ് നിഫ്റ്റിയുടെ സ്ട്രെങ്ത് ഏത് ഡയറക്ഷനിലേക്കാണെന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ. ഇതിന് ഒരു വഴിയുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് നോക്കാൻ പറ്റാവുന്ന ഒരു വഴിയാണ് നിഫ്റ്റി 500ൻ്റെ ഡയറക്ഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി. അത് വെരി ബേസിക് ആയിട്ടൊരു കാര്യം. ഓക്കെ, അതിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിഫ്റ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളും മറ്റുമൊക്കെ ഏതാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകൾ, നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സെക്ടർ ഏതാണ്, അങ്ങനെയെല്ലാം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സെക്ടർ ബാങ്ക് നിഫ്റ്റിയുടെ സെക്ടറാണ്, ബാങ്കിങ് സെക്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് ബാങ്കിങ് സെക്ടേഴ്സിൻ്റെ സ്ട്രെങ്ത് ഏത് ഡയറക്ഷനിലോട്ടാണോ, വിച്ച് മീൻസ് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രെങ്ത് എവിടെയോട്ടാണോ ആ ഡയറക്ഷനിലോട്ട് നിഫ്റ്റി ഹെഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ അത് എങ്ങനെയാണ് നമ്മൾ ട്രേഡിങ്ങിന് യൂസ് ചെയ്യുക എന്നുള്ളിടത്ത് വലിയൊരു കാര്യമാണ്. ആ ഡൈവേർജൻസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരു സിംഗിൾ ബാങ്ക് നിഫ്റ്റി വേഴ്സസ് നിഫ്റ്റി ഒരു സിംഗിൾ ഡൈവേർജൻസ് മാത്രം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ മറ്റൊരു സംഗതികൾ കൂടി ആഡ് ചെയ്യേണ്ടത്. അതായത് ബാങ്ക് നിഫ്റ്റിക്ക് പുറമേ, ബാങ്ക് നിഫ്റ്റി ഈസ് എ സെക്ടർ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് ഒരു മെജോറിറ്റി സെക്ടർ മാത്രമാണ്. സെക്ടർ അല്ലാതെ തന്നെ നിഫ്റ്റിയിൽ ടോപ്പ് 10 സ്റ്റോക്കുകളുണ്ട്. ഈ ടോപ്പ് 10 സ്റ്റോക്കുകളുടെ വെയിറ്റേജും കൂടി സെയിം ഡയറക്ഷനിലോട്ടാണെങ്കിൽ ആ ടോപ്പ് 10ൽ ബാങ്കിന് HDFC ICICI ഒക്കെ പെടും. ബട്ട് മറ്റ് ഇൻഡസ്ട്രിയിലെ ടോപ്പ് വെയിറ്റേജ് ഉള്ള, മറ്റ് സെക്ടറിലുള്ള ടോപ്പ് വെയിറ്റേജ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളും അതിൽ ഇൻവോൾവ് ആകും. സോ ഈ ടോപ്പ് 10 സ്റ്റോക്കുകളുടെ വെയിറ്റേജ്, ഐ മീൻ ഡൈവേർജൻസ് ഏത് ഡയറക്ഷനിലോട്ടാണെന്നും കൂടി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഒബ്വിയസ്ലി ബാങ്ക് നിഫ്റ്റിയുടെ ഡയറക്ഷനിലോട്ട് ഇപ്പം പോവുമോ ഇല്ലേ എന്ന് നമുക്ക് സിംപിളി മനസ്സിലാക്കാൻ പറ്റും. അതിന് നിങ്ങൾ ഈ 10 സ്റ്റോക്കുകളോ അല്ലെങ്കിൽ 15 സ്റ്റോക്കുകളോ ഒരുമിച്ച് ഓരോന്നോരോന്ന് ഇൻഡിവിജ്വലി എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. അതിന് നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് മാർഗ്ഗങ്ങളുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് ഞാൻ ഈ അനാലിസിസിന് വേണ്ടി ഇവിടെ എടുത്തേക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ആദ്യം ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സിന് ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ നിഫ്റ്റി ടോപ്പ് 10 ഈക്വൽ വെയിറ്റേജ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ഉണ്ട്, നിഫ്റ്റി ടോപ്പ് 10 ഈക്വൽ വെയിറ്റ് ഇൻഡെക്സ്. ഈ സംഗതിയും കൂടി ന്യൂ പാനൽ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചാർട്ടിൽ കാണുന്നത്, മുകളിൽ കാണുന്നത് നിഫ്റ്റിയുടെ ചാർട്ട്, തൊട്ട് താഴെയായിട്ട് കാണുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട്, ഇതിന് താഴെയായിട്ട് ഈ അവസാനം കാണുന്നത് നിഫ്റ്റിയുടെ ടോപ്പ് 10 സ്റ്റോക്കുകളുടെ ഈക്വൽ വെയിറ്റഡ് ആയിട്ടുള്ളതിൻ്റെ ചാർട്ട്. ഓക്കെ, ടോപ്പ് 10 ഈക്വൽ വെയിറ്റേജ് ചാർട്ട്. ഇതൊരു മാസീവ് ട്രേഡ് ലോജിക്കോ അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ഒന്നുമില്ല. ഇത് പ്യുവർ കോമൺ സെൻസ് മാത്രമാണ്. ഇങ്ങനൊരു ചാർട്ട് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ടോപ്പ് 10 സ്റ്റോക്കുകളുടെ ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ ഏറ്റവും ടോപ്പ് സെക്ടറിൻ്റെ ഡയറക്ഷനും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിഫ്റ്റിയുടെ ട്രേഡ് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ എൻട്രി സെറ്റ് നമ്മൾ എന്താണോ ഫോളോ ചെയ്യുന്നത്, അൾട്ടിമേറ്റ് ട്രേഡ് എൻട്രി ആണോ ആ രീതിയിൽ, അല്ലെങ്കിൽ വല്ല മൂവിങ് ആവറേജ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ആ റിസ്ക് മാനേജ്മെൻറ്റ് ഒരിക്കലും കൈവിടാതിരിക്കുക. ഇത് സ്ട്രെങ്ത്തും ഡയറക്ഷനും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാം. സോ ഇങ്ങനെ 3 ചാർട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഡൈവേർജൻസ് പല രീതിയിൽ വരും. നമുക്ക് ആദ്യത്തെ ഒരു ഡൈവേർജൻസ് എങ്ങനെ ഉണ്ടാകും നോക്കാം. മുകളിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ടോപ്പ് 10 സ്റ്റോക്കുകളുടെ ഈക്വൽ വെയിറ്റഡ് ആയിട്ടുള്ള ചാർട്ട്. അപ്പം ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ ഡൈവേർജൻസ് വരുന്നത് ഇവിടെ ഓപ്പൺ ചെയ്തതിന് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നിഫ്റ്റിയുടെ ടോപ്പ് 10 വെയിറ്റഡ് ആയിട്ടുള്ള ചാർട്ട് ഓപ്പൺ ഹൈ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതായത് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് 15 മിനിറ്റിൻ്റെ ഹൈൻ്റെ മുകളിലോട്ട് ഡൈവേർജൻസ് തരാൻ, ഹയർ ഹൈ ജനറേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ചെറിയൊരു ടാപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സെയിം സമയത്ത് ബാങ്ക് നിഫ്റ്റിയും അതെ,
ഹൈയിലോട്ട് പോയിട്ടില്ല. പക്ഷേ നിഫ്റ്റി മാത്രമാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്, ഒരു ഹയർ ഹൈ തന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഹയർ ഹൈ നിഫ്റ്റി മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ബാങ്ക് വീക്കാണ്. അതുപോലെ ആര് വീക്കാണ്? ടോപ്പ് 10 വെയിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളും വീക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നിഫ്റ്റിയിൽ സംതിങ് ഈസ് ബിയറിഷ്നെസ് കാണിക്കുന്നുണ്ട്. നമ്മളിനി എന്ത് ചെയ്താൽ മതി? ബാങ്ക് നിഫ്റ്റി താഴുന്നതുണ്ട്, തൊട്ടടുത്ത ഹൈ വീണ്ടും മുകളിലോട്ട് പോയി, അതിൽ ടോപ്പ് 10 വെയിറ്റ് ഇച്ചിരി ഈ ഒരു തൊട്ട് മുമ്പത്തെ ഹൈൻ്റെ മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിലും എന്തില്ല, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത രാവിലത്തെ മോർണിംഗ് ഹൈന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട്, അതായത് ഡെയിലി ഡേ ഹൈന്ന് റെസിസ്റ്റൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കംപ്ലീറ്റ്ലി നിഫ്റ്റി വീക്കാണ്. ഇവൻ നമ്മളത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ടോപ്പിൽ നിന്നൊന്നും ട്രേഡ് എടുക്കണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിനോ അതുപോലെ എന്തെങ്കിലും ഒരു ബ്രേക്കർ ബ്ലോക്ക് ഒന്ന് എൻട്രി എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്? ഇവിടെ ഇതാ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ട്രേഡ് എടുത്താൽ പോലെ ഈ ബ്രേക്കറിലേക്ക് പ്രൈസ് 2-3 തവണ ടച്ച് ചെയ്തു, അവിടെ ട്രേഡ് എടുത്താൽ പോലെ താഴോട്ട്. ഇതുപോലെ നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സിമ്പിളായിട്ട് അധികം ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഈ അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് വെച്ചിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി മറ്റേതെങ്കിലും ഒരു സാഹചര്യം നോക്കാം. അതുപോലെ തന്നെ തൊട്ട് മുമ്പത്തെ ദിവസമായിട്ടുള്ള ഈ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് മുകളിലോട്ട് പോകാൻ പറ്റാതെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്, മുകളിലോട്ട് പോകാൻ പറ്റാതെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പക്ഷേ ഇതേ സമയത്ത് നമ്മുടെ ടോപ്പ് 10 സ്റ്റോക്കുകളുടെ ഈക്വൽ വെയ്റ്റഡ് ഇൻഡെക്സ് എന്താ കാണിക്കുന്നത്? ഇത് ഓൾറെഡി ബിയറിഷ് ആയി കഴിഞ്ഞു. സീ ദാറ്റ് നിഫ്റ്റി മുകളിലോട്ട് ട്രൈ ചെയ്തു, ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് വീണ്ടും ട്രൈ ചെയ്തു. ഈ മുകളിലോട്ടുള്ള അറ്റംപ്റ്റിൽ ബാങ്ക് നിഫ്റ്റി ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഡൈവേർജൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ടോപ്പ് 10 സ്റ്റോക്കുകൾ ബാങ്ക് നിഫ്റ്റിയുടെ അത്ര സ്ട്രോങ് അല്ല, വീക്ക്നെസ് ഉണ്ട്. അതുപോലെ നിഫ്റ്റിയും വീക്ക്നെസ് കാണിക്കുന്നു. നമുക്കിപ്പം ഇതിൻ്റെ ലോജിക്ക് ഇപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കിയത്? ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ 3 എണ്ണത്തിൽ 2 എണ്ണം സെയിം ഡയറക്ഷനിലേക്കായിരിക്കണം. ഒരെണ്ണത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു മാനിപ്പുലേറ്റീവ് ആണെന്ന് കരുതാം. അപ്പം 2 എണ്ണം സെയിം ഡയറക്ഷനിലേക്ക് വീക്ക്നെസ് കാണിക്കുക അല്ലെങ്കിൽ സ്ട്രെങ്ത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ എന്ത് ചെയ്യാം? ആ ഡയറക്ഷനിലോട്ട് ട്രേഡ് എടുക്കാം. ഈവൻ ദോ ഇവിടെ ഇങ്ങനെ ഒരു ഡൈവേർജൻസ്, അതായത് ഇങ്ങനെ ഒരു വീക്ക്നെസ് നിഫ്റ്റിയും ടോപ്പ് 10 സ്റ്റോക്കുകളും കാണിച്ചു, പക്ഷെ ബാങ്ക് നിഫ്റ്റി കുറച്ച് സ്ട്രെങ്ത് കാണിച്ചു. അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം? വെയിറ്റ് ചെയ്യാം. എന്തിന്? ഈ ഒരു നമുക്ക് നിഫ്റ്റിയിൽ അഗെയിൻ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം തിരിച്ച് റീടെസ്റ്റ് ഈ ബ്രേക്കറിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻട്രി എടുത്താൽ മതി. അത്രയും എളുപ്പമാണ്. ഇത് ഏതുവരെ ടാർഗറ്റ് വെക്കണം എന്നുള്ളത് അത് മറ്റൊരു ലോജിക്കാണ്. അപ്പം ഇതും ഒരു എൻട്രി മോഡലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ ഡൈവേർജൻസിന്. അപ്പം ഇത് ടോപ്പ് 10 സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ഒരു ഐഡിയ മാത്രമാണ്. നിഫ്റ്റി 500 യൂസ് ചെയ്യാം, PSU ബാങ്കുകളെ യൂസ് ചെയ്യാം, അതുപോലെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെ യൂസ് ചെയ്യാം. അതെന്തിന്? ഇതിപ്പം നിഫ്റ്റിയുടെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ, ഈ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ നമുക്ക് ബാങ്ക് നിഫ്റ്റിനെ ഇതുപോലെ മോഡൽ പ്ലോട്ട് ചെയ്തിട്ട് PSU ബാങ്കും പ്രൈവറ്റ് ബാങ്കിലെ ആഡ് ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രെങ്ത് വേറെ മനസ്സിലാക്കാം. നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത് നമ്പേഴ്സ് മാത്രമല്ല, ഈ ചാർട്ടും ഡാറ്റയാണ്. ടോപ്പ് 10 സ്റ്റോക്കുകളുടെ പ്രൈസിങ് ഒരു ഡാറ്റയാണ്. ഡാറ്റ എന്ന് പറയുന്നത് ആളുകൾ ഡാറ്റ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്തോ ഹിമാലയ പർവ്വത സാധനമാണ്, റോക്കറ്റ് സയൻസ് ആണ്. ഇതൊന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ ഇതിനെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. ഒന്നാമത്തെ കാര്യം, ഈ ടോപ്പ് 10 സ്റ്റോക്കുകളുടെ ഈക്വൽ വെയ്റ്റഡ് ചാർട്ട് അവൈലബിൾ ആണെന്ന് 90% ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയത്തു പോലുമില്ല. ഈ നമുക്ക് ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ആണ് നമ്മുടെ മെജോറിറ്റി ആളുകളുടെയും പ്രശ്നം. ട്രേഡ് ചെയ്യാൻ അറിയേണ്ടല്ല, ട്രേഡ് ചെയ്യേണ്ട ടൂൾസ് നമുക്ക് ആരും പരിചയപ്പെടുത്തി തരാഞ്ഞിട്ടാണ്. എല്ലാവരും പരിചയപ്പെടുത്തി തരുന്നത് മൂവിങ് ആവറേജ്, സ്റ്റോക്കാസ്റ്റിക്സ്, അതുപോലെയുള്ള സിമ്പിളായിട്ട് ആളുകളെ പറ്റിക്കാൻ പറ്റുന്ന ഐറ്റങ്ങളാണ്. നമ്മൾ റിയൽ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്തിനെയും വീക്ക്നെസ്സിനെയും
ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് സില്ലി മാറ്ററായിട്ട് മാറും. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ സൈക്കോളജി മറ്റൊരു വിഷയമാണ് ഓവർ ട്രേഡിങ്, ഓവർ സൈസിങ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഓവർ സൈസിങ് എന്ന് പറഞ്ഞ സാധനം പൊസിഷൻ സൈസിങ് മാത്രം നിങ്ങൾ ഇതിൻ്റെ കൂടെ കൺട്രോൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സിമ്പിളായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഐറ്റത്തിന്, അതായത് ഞാൻ ഇവിടെ കാണിച്ചു തരാം, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ടോപ്പ് 10 ഈക്വൽ വെയ്റ്റഡ് NSE ഇൻഡെക്സ് ആണ്. ഇത് മൂന്നും വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ശ്രമിച്ച് നോക്കാം എല്ലാവരും.